വിക്ക് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. അതിന് അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിക്കുണ്ട്, നമ്മുടെ കുട്ടിക്ക് ഒരു വിക്കുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആവും. ആ കുട്ടിയുടെ മേലിൽ അമിതമായ ഒരു ഒരു പ്രഷർ ഇടുന്ന രീതിയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളെ കൊണ്ടുപോകും. അത് കുട്ടിക്ക് വിക്ക് കൂട്ടാനേ സഹായിക്കുള്ളൂ, വിക്ക് കുറയ്ക്കില്ലെന്ന് മാത്രമല്ല. അത് അപ്പം യൂഷ്വലി ഒരു 2 to 5 ഇയേഴ്സിൻ്റെ ടൈമിലൊക്കെ ആയിരിക്കാം കൊച്ചുകുട്ടികളിൽ ചെറിയ തോതിലുള്ള വിക്കുണ്ടാവും. വിക്കിനോടനുബന്ധിച്ച് മുഖത്ത് ചില എക്സ്പ്രഷൻ ഫേസ് ചേഞ്ചസ് ഒക്കെ വരും. സംസാരിക്കുമ്പം വാക്ക് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. ഇത് നമുക്ക് പാരൻസിന് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് അപകടകരമാണ്. പാരൻസിനാണ് കൂടുതൽ ആങ്സൈറ്റി. അതിന് കുട്ടിയെ കളിയാക്കുക, അല്ലെങ്കിൽ കുട്ടിയെ ഡോക്ടർമാരുടെ അടുത്തെല്ലാം കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ശ്രദ്ധ, അമിതമായ പ്രാധാന്യം അതിന് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടിക്ക് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവുകയും ആ ഒരു വിക്ക് തുടർന്ന് നിൽക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക. കുട്ടിയുടെ ആ വിക്കിനെ ഒബ്സർവ് ചെയ്യുകയും അവരെ കൂടുതൽ സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ ഈ വിക്ക് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടിനെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു, അല്ലെങ്കിൽ വലിയ അപകടമാണ് എന്നൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാക്കാത്ത തരത്തിൽ അതിനെ ചികിത്സിക്കുകയും വേണം. തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക. മറ്റെന്തെങ്കിലും സ്ട്രക്ചറൽ ഡിഫോമിറ്റി, മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കൂടെ പരിശോധിക്കുക. അഡൾട്ടായി നമുക്ക് ഈ ഒരു രീതിയിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റാത്ത വിക്കുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിന് സ്പീച്ച് തെറാപ്പിയിലൂടെ നമുക്ക്, അതായത് എങ്ങനെ സംസാരിക്കണം, ശബ്ദം എങ്ങനെ ഉപയോഗിക്കണം, ഈ വിക്ക് മാറ്റാനുള്ള ഉപാധികൾ എന്താണെന്നൊക്കെ പറയുന്ന ഒരു സെറ്റ് ഓഫ് എക്സസൈസും മറ്റു കാര്യങ്ങളുണ്ട്. ഗുളികയോ ഓപ്പറേഷനോ ഒന്നല്ല, ഈ തെറാപ്പിയിലൂടെ നമുക്ക് അതിനെ മാറ്റി നിർത്താൻ കഴിയും.